ഡാർക്ക് ഹ്യൂമർ സബ്ജക്റ്റ് ആണ്. നമ്മളെ മലയാളത്തിൽ നമ്മുടെ ഓഡിയൻസ് പറഞ്ഞാൽ ഏത് സാധനം എടുക്കും. നല്ലതാണെങ്കിൽ ജോണർ ഒന്നും ഒരു വിഷയമുള്ള കേസല്ല. അപ്പൊ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് വരിക എന്നുള്ളത് ഈ അഭിനയത്തിലൂടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഡയറക്ഷൻ കോളേജ് പഠിക്കുമ്പോഴേക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിനൊന്നും വെച്ചാ ജഗദീഷ് ചേട്ടനായാലും ജഗദീഷ് ചേട്ടൻ്റെ ഒക്കെ ഒരു സീനുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിരി വന്നിട്ടേ ഇതെങ്ങനെയും ഷൂട്ട് ചെയ്യുമ്പോൾ ദാസന്റെ തെറിയും കേൾക്കാൻ പറ്റൂല. അങ്ങനെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തത്. വെച്ചാൽ കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് പറ്റാണ്ടേ അടിപൊളി. അയ്യോ രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. നാട്ടിൽ വിളിക്കുക ബാബി അല്ലെങ്കിൽ ബേബി എന്ന് വിളിക്കുക. ഈ ഹാബി അങ്ങനെ ആയിട്ടുള്ളതാണ്. സോ ഹാബിഷൊന്നും ആരും വിളിക്കാറില്ല. അത് മറ്റേ നാട്ടിലും അപ്പൊ നമുക്ക് ഇപ്പൊ ബേബി ജീൻ ആയിട്ടുണ്ട് നാട്ടില്. മറ്റേ ഞാൻ നോക്കുമ്പോ മറ്റേ വലിയ ബേബി ജീൻ അതൊരു കുഞ്ഞോന്റെ ചെക്കല്ല. പടം തുടങ്ങുന്നതിന് മുമ്പ് ഇടം 1-2 പരിപാടി ഉണ്ട്. അവന് ഫൈറ്റൊന്നല്ലോ, ഫൈറ്റിന്റെ അല്ല, കുറച്ച് ഉരുളണം, കുറച്ചധികം ഉരുണ്ട്. നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊരു സാധനം പെർഫോം ചെയ്യുക, ആ എനർജി പാസ് ഓൺ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതേ എനർജിയിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ആയിപ്പോവും. അത് നമുക്ക് ഇയാളെക്കാൾ നന്നായിട്ട് ചെയ്യണം എന്നുള്ള ഒരു വാശിയിൽ ചെയ്യുന്നതല്ല, അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതവിടെ സംഭവിക്കും. ലാലേട്ടനൊക്കെ പറയുന്ന പോലെ അതൊരു ഹാപ്പനിങ് ആണ്. മിർച്ചി സ്റ്റാർ പഞ്ചിൽ ഞാൻ മിർച്ചി വർക്കിച്ചിലാണ്. ഏറ്റവും പുതിയ സിനിമയായ ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എന്റെ കൂടെയുള്ളത് ബേബി ജീനും സ്വാതി ബ്രോയുമാണ്. ബ്രോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ആദ്യം തന്നെ ഇന്ന് രാവിലെ നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ടായിരുന്നു സിനിമ കാണാനായിട്ട്. എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായി? പിന്നെ രണ്ടും ഇഷ്ടമായി ഒരുപാട്. അപ്പൊ ആദ്യമേ തന്നെ എനിക്ക് സ്വാതി ബ്രോയോട് സംസാരിക്കാനുള്ളത്, എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മുമ്പ്? എവിടെയോ നമ്മൾ SH ഡിപ്പാർട്ട്മെന്റ്, ഞാൻ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഗ്യാങ്ങിന്റെ ആ ഒരു സിനിമാ മോഹം എല്ലാം കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. സുഹൈലിക്കയുടെ കുടുകുടുവണ്ടി ആണെങ്കിലും കടുങ്കാപ്പി ആണെങ്കിലും എല്ലാം ഞാൻ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പൊ അതിനുശേഷം ഇതുപോലെ സ്വാതി ബ്രോ ആദ്യമായിട്ട് പിന്നെ ഞാൻ കാണുന്നത് ഞാൻ ബിഹൈൻഡ് വുഡ്സിൽ കയറിയ സമയത്ത് നമ്മുടെ കൊച്ചി ഈസ്റ്റിലാണ്. ഞാൻ എല്ലാവരോടും പറയുകയാണ് എന്റെ സീനിയർ ആയിരുന്നു. പിന്നെയും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും തല്ലിമാല കാണാൻ എന്റെ സീനിയർ ആയിരുന്നു. അപ്പൊ എന്തായാലും ബ്രോന് ഇപ്പൊ ഇന്റർവ്യൂ എടുക്കാൻ സാധിച്ചത് എനിക്ക് വളരെയധികം ഒരു ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ എങ്ങനെയായിരുന്നു ഫസ്റ്റ് പാർട്ടിലോട്ടുള്ള എൻട്രി? ഫസ്റ്റ് പാർട്ടിലെ എൻട്രി കോമഡിയാണ്. ഞാൻ ഒരു ആഡിൽ അഭിനയിക്കാൻ പോയി. അപ്പോൾ അതിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കൃഷ്ണദാസ്, അതായത് ഒരു ഐസ്ക്രീമിൻ്റെ പരസ്യമാണ്. അപ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ ബാക്കിൽ 2 ശിങ്കിടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനും ഒന്ന് കൃഷ്ണദാസാണ്. അപ്പോൾ ഞങ്ങൾ കട്ട് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് എന്താണ് പരിപാടി എടുത്ത് എന്തെങ്കിലും പടം വല്ലതും ഒരെണ്ണമുണ്ട് അങ്ങനെ പ്ലാനിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പിരിഞ്ഞു. ഒരു 3 ദിവസം കഴിയുമ്പോൾ ആളെന്നെ വിളിച്ചിട്ട് എടാ ഒരു പരിപാടി ഉണ്ട് ഒന്ന് ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം അന്ന് ആ ആഡ് ഞാനിങ്ങനെ വേറെ എന്തോ ഒരു ഇതായിട്ട് ഞാൻ അത് പിടിക്കണോ വേണ്ടോ എന്നുള്ള ഒരു ഇതിലിങ്ങനെ നിഷാദ് ഒന്ന് പിടിച്ചു നന്നായി. അന്ന് കൃഷ്ണദാസനെ കാണുകയും ചെയ്തു, അവനെ ഓർമ്മ പുതുക്കുകയും ചെയ്തു, അവനെന്നെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്, ഭരതനാട്യത്തിലേക്ക്. ബ്രൗൺ ക്രൂബരൊക്കെ ചെയ്ത നമ്മുടെ വസീംക, അത് SH കണക്ഷൻ, SH കണക്ഷൻസോട്. ഏത് ആ സമയത്ത് ഏതോ ഒരു പടം അങ്ങനെയൊക്കെ അല്ലേ പറയേണ്ടത്. സെക്കൻഡ് പാർട്ടിലോട്ട് എത്തി ആര്? ഞാൻ പിന്നെ ഇവിടെ വിചാരിച്ചു. ഞാന് ഇതേപോലെ ദാസേട്ടൻ വന്നിട്ട് സ്റ്റോറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി കേട്ട് പിന്നെ പോയി ഭരതനാട്യം കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു 2-3 ദിവസം ഞാൻ ആലോചിച്ച്, ഞാൻ തന്നെ വിളിച്ചു, ഞാൻ ആലോചിച്ച്. ക്യാരക്ടർ ഭയങ്കര കോൺട്രാസ്റ്റുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ചെയ്യാൻ തോന്നി. സ്റ്റോറിയും ആദ്യത്തെ പടവും എൻ്റെ ക്യാരക്ടറും ഒക്കെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ അടിപൊളിയായി തോന്നി. അപ്പോൾ ചെയ്ത് കളയാം. അതെ, ഇപ്പോ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ അത്രയും ഒരു സക്സസ് അല്ലായിരുന്നു, ഏറ്റെടുത്തിരിക്കും. അപ്പൊ ഈ സെക്കൻഡിന്റെ കഥ പറയുന്ന സമയത്ത് ഇത് ചെയ്താൽ ശരിയാവോ, ഓടുവോ എന്നുള്ളൊരു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മളത് ഡൗട്ടിനേക്കാളും നമുക്കതൊരു വാശിയായിരുന്നു. നമുക്ക് ആ ഫസ്റ്റ് പാർട്ടിൽ വന്ന പോരായ്മ നമുക്ക് നികത്തണം എന്നുള്ളൊരു സാധനം ദാസനും ഉണ്ടായിരുന്നു, സൈജു ചേട്ടനും അതിനേക്കാളും ഉണ്ടായിരുന്നു, തോമസ് ചേട്ടനും ഉണ്ടായിരുന്നു, അതേപോലെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊരു യജ്ഞം പോലെ ഏറ്റെടുത്ത് നമ്മള് പൊരുതിയത്. ആ സമയത്ത് ഇത് ആദ്യം ഉണ്ടായിരുന്നു, പ്ലാനിൽ ഇല്ലാത്തതായിരുന്നു. ദാസൻ ഇത് വേറൊരു പരിപാടിയായിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതെന്തോ അവരോട് പറഞ്ഞപ്പോൾ, സൈജു ചേട്ടനോടും തോമസ് ചേട്ടനോടും പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇത് നമുക്ക് ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്താലോ എന്നുള്ളൊരു ആശയം വന്നിട്ട് അങ്ങനെയാണ് ആ കഥയും മോഹിനിയാട്ടത്തിലേക്ക് കൺവേർട്ട് ആയി. അങ്ങനെയാണ് ഇതുണ്ടാവുന്നത്. ഇതൊരു ഡാർക്ക് ഹ്യൂമർ ജോണറാണ് സംഭവം, ക്രൈം ത്രില്ലർ കോമഡി ഐറ്റമാണ്. എല്ലാം കൂടെ വരാന്ന് പറയുമ്പോഴേ അതിന് ശരിക്കും റിസ്ക് അല്ലായിരുന്നു അത്.
സംവിധായകനോട് ചോദിക്കേണ്ടതാണ്. നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്നത്. ആക്ച്വലി റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് ഇത് ഓൾറെഡി നമുക്ക് അങ്ങനത്തെ പടങ്ങൾ ഇപ്പൊ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ഡാർക്ക് ഹ്യൂമർ സബ്ജക്റ്റ് ആണ്. നമ്മളെ മലയാളത്തില് നമ്മുടെ ഓഡിയൻസ് പറഞ്ഞാൽ ഏത് സാധനം എടുക്കും. നല്ലതാണെങ്കിൽ ജോണർ ഒന്നും ഒരു വിഷയമുള്ള കേസല്ല. അപ്പൊ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തായാലും ചെയ്താൽ. അങ്ങനെ ഒരു ജോണറിലേക്ക് ഇങ്ങനെ ഒരു ഫാമിലി ഇതിലേക്ക് വന്നതുകൊണ്ട് അങ്ങനെ മോശമായി അങ്ങനെയൊന്നുമില്ല. ഇതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങനെ തന്നെ ആൾക്കാർ ഏറ്റെടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എടുത്തു അതെ. നമുക്ക് മറ്റേ പച്ചയൊക്കെ മാറി അതെ അതെ എല്ലാം മഞ്ഞയും ചുവപ്പൊക്കെ ആയി തുടങ്ങി. ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ സീനിയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേര് നമ്മുടെ സുരാജേട്ടനും ജഗദീഷേട്ടനും. സന്തോഷേട്ടുണ്ട്, നിസ്താരേട്ടനുണ്ട്, വിനയ് ഫോർട്ടും ഉണ്ട്. സീനിയർ എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കും കേട്ടോ. പുള്ളി നമ്മളെ വെച്ചാൽ പുള്ളി എന്തായാലും എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാരും സീനിയേഴ്സ് ആണ്. അപ്പൊ അതില് ഭയങ്കര സീനിയേഴ്സ് ആണ് ഇവരൊക്കെ. എങ്ങനെയായിരുന്നു ഇവരുടെ ഒപ്പം ഉള്ള ഒരു പരിപാടി? സുരാജേട്ടനൊക്കെ കുറെ നാളായി നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനത്തിൽ കണ്ടത്. ആ ഒരു കഴിഞ്ഞാട്ടം തന്നെയായിരുന്നു സ്ക്രീനിന്റെ ബാക്കിൽ. പിന്നെ അയ്യോ ഞങ്ങളവിടെ ടേക്കിന്റെ ഇടയിൽ ചിരി വന്നിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് ആരും എല്ലാരും ഒന്നിനൊന്നും വെച്ചാ. ജഗദീഷേട്ടനായാലും ജഗദീഷേട്ടൻ്റെ ഒക്കെ ഒരു സീനുണ്ട്, അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിരി വന്നിട്ടേ ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുമ്പോൾ ദാസന്റെ തെറിയും കേൾക്കാൻ പറ്റൂല. അങ്ങനെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തത്. വെച്ചാൽ കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് പറ്റാണ്ടേ അടിപൊളി. അയ്യോ രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. ഇപ്പൊ ഈ പറയുന്ന ഹാബിഷ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ റാപ്പർ ആകുന്നു ബേബിജി എന്നുള്ളത് അവിടെ നിന്ന് ഇപ്പോൾ ഒരു നടനായിട്ട് മാറിയിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചിരിക്കുന്നത്? ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ഇപ്പൊ ജിങ്കാന ഈ പടം സിനിമയ്ക്ക് വരിക എന്നുള്ളത് ഈ അഭിനയത്തിലൂടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഡയറക്ഷൻ കോളേജ് പഠിക്കുമ്പോഴേക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും വല്ലാണ്ട് ഒത്തില്ല. അപ്പോ മ്യൂസിക്കിൽ നിന്ന് ഫാഷനിക്കായിരുന്നു. മ്യൂസിക് വീഡിയോ ത്രൂ ഇവരൊക്കെ കണ്ട് അങ്ങനെ ഒരു ക്യാമറയുടെ മുന്നിൽ കണ്ടു. അപ്പോൾ ഒരു സിനിമയ്ക്ക് വന്നു. സിനിമയിൽ ഞങ്ങളിപ്പോൾ ഇപ്പോൾ സംസാരിച്ചുള്ളൂ. ഇന്ന് പിരിക്കുന്നത് ഞങ്ങൾ കാണുന്നത് ആലപ്പുഴ ജിംഖാന ഇതിലാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ രണ്ടുപേരുണ്ട്. ആലപ്പുഴ ജിംഖാന റിലീസായിട്ട് ഇന്ന് 1 വർഷമാവാം. അതും ഏപ്രിൽ 10 റിലീസ് ചെയ്ത്. അപ്പോൾ ഇതും ഏപ്രിൽ 10. അപ്പോൾ അതായിരുന്നു ഒരു ഫസ്റ്റത്തെ ഒരു പരിപാടി പയലിന്. അങ്ങനെ വരുമ്പോൾ നോക്കുമ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല. അപ്പം ഇവർ അങ്ങനെ ഈ മ്യൂസിക് വീഡിയോസിൽ കൂടെ ഒക്കെ കണ്ട് അങ്ങനെ ഒരു യാത്രയായിരുന്നു. ആൾക്കാർക്ക് കണ്ടിരുന്നിട്ട് ഓക്കെ ഒക്കെ പറയുന്നുണ്ട്, കുഴപ്പമില്ല. ഓഡീഷനൊക്കെ ഞാൻ അറിയ ഓടിയിട്ടോ. പക്ഷെ ഓഡീഷൻ ഉണ്ടായ വെച്ച് കഴിഞ്ഞാല് റഹ്മാൻക്ക് വിളിച്ചിട്ട് ഞങ്ങൾ ഒരിക്കൽ ഇവിടെ കാണാന്ന് പറഞ്ഞ് മീറ്റ് ഫ്ലാറ്റിൽ കാണാന്ന് പറഞ്ഞിട്ട് അന്ന് പറ്റിയില്ല. എന്നിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ബോക്സിംഗ് മൂവി ആയതുകൊണ്ട് വർക്കൗട്ട് കാര്യങ്ങളായിട്ട് ഒരാൾ പുറകിൽ നിന്ന് ചെയ്യിപ്പിക്കും എന്നുള്ള സാധനം പറഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു റൊട്ടീനും ആവുമല്ലോ എന്നുള്ള സാധനത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അല്ലാതെ മൂവിയുടെ ഒരു പരിപാടി തിയേറ്ററിൽ നമുക്ക് ഇങ്ങനെ ഹൈ കിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ അതൊന്നും അറിയില്ലല്ലോ, അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ പിന്നെ കാണാൻ വേണ്ടി പോയിട്ട് അവിടെ ബോബി ചേട്ടനുണ്ട്, ബോബിക്ക അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ റഹ്മാൻക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് റഹ്മാൻക്ക് വന്നുകൊണ്ട് എങ്ങോട്ട് എത്ര കോൾ വന്നിട്ട് പോയി. അപ്പം വെറുതെ ഓഡീഷൻ വേണോ എന്നുള്ളതൊക്കെ ചോദിക്കണ്ട. അപ്പം ഞങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ തന്ന് ബോബി എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുക. അപ്പോൾ ബോബിയാണ് അവിടെ എന്നെ ഓഡീഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിറ്റുവേഷൻ വെറുതെ പറഞ്ഞു, എടാ ഇങ്ങനൊരു സിറ്റുവേഷൻ, ഞാനിത് നീ ഇത് ഡീലി ഉള്ളതിന് ഞാനും ബോബിയും ഇരുന്നിരുന്ന് റഹ്മാൻക്ക് കണ്ട് പോയി കോളൊക്കെ കഴിഞ്ഞിട്ട് റഹ്മാൻക്ക് തീരുന്നില്ല. ഞാനും ബോബിയും കാട് കയറി പോയി. അല്ല ഈ അങ്ങനെ പറഞ്ഞത് ശരിയായില്ലല്ലോ, ക്യാരക്ടറായിട്ടാണ് സംസാരിക്കണേ. അത് ഞങ്ങൾ ഒഡീഷനാന്നുള്ള ഞങ്ങൾ തമ്മിൽ മറന്ന് ക്ലാസ് അടിയുടെ അത്ര എത്തിയില്ല. അങ്ങനത്തെ ഒരു കോമഡി ഒഡീഷനാ. അപ്പൊ മതിയടാ പോടാ. അങ്ങനെ അതൊരു വെറുതെ ഒരു പേരിന് എന്നുള്ള സാധനം. അവർക്ക് ഓൾറെഡി വേണ്ട കാര്യം അവർ ഓൾറെഡി കണ്ടൊക്കെ വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. എൻ്റെ ഇതിൽ നിന്ന് ഇതൊക്കെ മതി, ഇതൊക്കെ എടുത്താൽ. അപ്പോൾ അതുകൊണ്ട് ഒഡീഷനൊന്നും ഉണ്ടായിട്ടില്ല അതുവരെ. പിന്നെ മ്യൂസിക് വീഡിയോസിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിലുള്ള ഒരു ഫിയർ പരിപാടിയൊക്കെ പോയി, ഇല്ലെങ്കിൽ കുറച്ചൊക്കെ മാറി ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ഈ
കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയല്ല ക്യാമറ ഇങ്ങനെ വെക്കും നമുക്ക് ഇതിലെല്ലാം പറയാനായിട്ട്. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു സീൻ കണ്ടിട്ട് ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല പറയാൻ തോന്നി കഴിഞ്ഞാൽ വളരെ മണ്ടത്തരാന്നുള്ളത് എനിക്കറിയാം. കാരണം അവർ ചിലപ്പോൾ ഒരു ഇത്ര സീൻ എടുത്തതിന് കാര്യങ്ങളും അതിന് ശേഷമുള്ള കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും ഒരു ഫ്രെയിമും ഒരു ഡയലോഗും കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ അവിടെ നമുക്ക് ചിലപ്പോൾ അപ്പൊ ഒരു ഭംഗി തോന്നുന്ന ഡയലോഗ് ഇതാണെന്ന് തോന്നിയാലും ഇതിന് ശേഷം വരുന്ന സാധനങ്ങളും ബാക്കിൽ കണ്ട സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഓവറായിട്ട് തോന്നും, കുറവായിട്ട് തോന്നാൻ ചിലപ്പോൾ. അപ്പൊ അവർക്ക് വേണ്ടതറിയാം. അവിടെ പോയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മണ്ടത്തരാ തോന്നിയിട്ടില്ല. എനിക്ക് അത് ആ ഒരു സാധനം നമുക്കൊരു ബോധത്തിലുണ്ടാവുമല്ലോ. ഇതിനകത്ത് നമ്മുടെ ആ പാട്ടിലൊക്കെ ഉരുളുന്ന സീൻ ഉണ്ടല്ലോ. ഉരുണ്ടല്ലേ പിന്നെ എന്റെ കരിയറിലത് അല്ല അത് ഉരുളന്റെ ഒന്ന് ഉരുട്ടി ദാസനത് എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു. പടം തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പരിപാടി ഉണ്ട്, അവന് ഫൈറ്റ് ഒന്നല്ലല്ലോ, ഫൈറ്റിന്റെ അല്ല കുറച്ച് ഉരുളണം, കുറച്ചുരുളാം, കുറച്ചധികം ഉരുണ്ട്. പിന്നെ ഇത് തേങ്ങ അയ്യോ തേങ്ങ അല്ല അത് അങ്ങനെ ടോക്ക് അവിടെ നടന്നിരുന്നത് അടുത്ത പിന്നെ കണ്ടിന്യൂറ്റി തെറ്റണ്ടെന്നുള്ളത് കൊണ്ട് അവര് ഡമ്മി തേങ്ങ വെച്ച് കുറച്ച് സേഫ് ആക്കി. ഇപ്പൊ സിനിമയിൽ ബ്രോ പാടിയിട്ടുണ്ട്, പാടിപ്പിച്ചു. അപ്പൊ അതാണ് എന്റെ ഡൗട്ട്. ഇപ്പൊ നമ്മളൊരു കഥ പറയാൻ പറയുമ്പോഴത്തേക്കും എന്തായാലും പാട്ട് പാടും, അവനെ കൊണ്ട് പാട്ട് പാടിച്ചാലോ? അതെ അങ്ങനെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലങ്ങനെ എല്ലാം തോന്നുന്നത്. എന്നാലും ഒരു നിർബന്ധ സ്വഭാവം ഉണ്ടായിരുന്നു. ഐ മീൻ അത് കാരണം അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി ആ റെഫറൻസ് ഇട്ട പാട്ടും എൻ്റെ ഒരു വോക്കൽ ടൈപ്പ് ഒരു പാട്ടാണ്. അവർ പടം തുടങ്ങുമ്പോഴേ ഓരോ സീനിൽ റെഫറൻസ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ടൈപ്പ് ഓഫ് സാധനം. അപ്പോൾ അവർക്ക് അങ്ങനെ വേണമെന്നൊരു ആദ്യം മുതലേ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഒരു ടൈപ്പ് ട്രാക്ക് വേണമെന്നുള്ളത്. പിന്നെ അങ്ങനെ ഞാൻ വോക്കൽ ചെയ്തില്ല, ലിറിക്സ് ഒക്കെ നമ്മുടെ വേറെ മച്ചനാണ്, അപ്പോൾ മുത്തു. അപ്പോൾ അങ്ങനെ ചെയ്ത. പിന്നെ അങ്ങനത്തെ വരുന്നവർക്ക് ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനിപ്പോൾ 3 പടമല്ലേ ചെയ്തിട്ടുള്ളൂ. മാക്സിമം ഒരു ക്യാരക്ടറായിട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഒരു പടത്തിൽ. മൂന്നാമത്തെ മൂവിയാണിത്. ആദ്യത്തേത് ആലപ്പുഴ ജിംഖാന, രണ്ടാമത്തെ റിലീസായിട്ടില്ല. ഇപ്പൊ 4ാമത് നടക്കുന്ന പടത്തിൽ ഉണ്ട് ഞാനും സാധിക്കും. അയാൾ തുറപ്പിച്ചിട്ടാ. ശരിക്കും എന്താ ഈസി, കോമഡി ചെയ്യാനാണോ അല്ലെങ്കിൽ ബ്രോ കുറെ സിനിമയിൽ കൂട്ടുകാരന്റെ നായകന്റെ കൂട്ടുകാരൻ അടക്കം സീരിയസ് റോളാണ്, എന്താ ശരിക്കും ഏറ്റവും എളുപ്പം ചെയ്യാൻ? അങ്ങനെ എളുപ്പമൊന്നുമില്ല അളിയാ. അതായത് അങ്ങനെയല്ല എന്ന് വെച്ചാൽ നമ്മളൊരു നമ്മുടേതായ ഒരു ധാരണയിൽ ചെയ്യും. അത് എളുപ്പമാണോ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ചെയ്തു പോണു. അത് നല്ലതാണെങ്കിൽ ആളുകൾ നല്ലത് പറയും, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ചെയ്തത് നന്നായി. അത് ഹ്യൂമർ ആയാലും സീരിയസ് ആയാലും എനിക്കൊന്ന് ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വന്നു തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഞാനിപ്പോൾ സർക്കിട്ടിൽ ചെയ്തതും അതേപോലെ പിന്നെ ഇതും അങ്ങനെ കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സ് DSRയിലും എനിക്കാണ് കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സ് വരുന്നത്. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി എനിക്കും അതൊരു ഗ്രോത്ത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റിലേക്ക് പോകാതെ എല്ലാം തരാൻ പറ്റുന്ന അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ എൻ്റെ തരുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടത് സീരിയസ് ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പം എനിക്ക് കാണുമ്പോഴും ഭയങ്കര നമുക്കത് ഒരു ഓക്കെ ഫീൽ ചെയ്യുമല്ലോ, നമുക്ക് ആ സാധനം നന്നായിട്ട് കിട്ടുന്നുണ്ട്. അയ്യോ നമ്മുടെ സാധ്യല്ല ഇങ്ങനെ സീരിയസ് നമ്മൾ ഡയറക്റ്റും കാണുന്നില്ലല്ലോ, സീരിയസ് ഒക്കെ ആയിട്ട് നമ്മള് പരസ്പരം സാധനം ഉണ്ടാവില്ലോ. അവൻ അങ്ങനെ കാണിച്ചാ എനിക്ക് ഇച്ചിരി കൂടെ നല്ല ഓർമ്മ കൊടുക്കണം, ആ ഒരു കോമ്പറ്റീഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമല്ലോ. അല്ല അത് അങ്ങനെ അതൊരു ഇന്റൻഷനലി വരുന്നതല്ല. അത് നമുക്കൊരാള് ഇപ്പൊ നമ്മളെ കൂടെ ഒരാൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് അത് തരുന്നൊരു അതിൽ നിന്നൊരു എനർജി കിട്ടും. നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊരു സാധനം പെർഫോം ചെയ്യുമ്പോൾ ആ എനർജി പാസ് ഓൺ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതേ എനർജിയിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ആയിപ്പോവും. അത് നമുക്ക് ഇയാളെക്കാൾ നന്നായിട്ട് ചെയ്യണം എന്നുള്ള ഒരു വാശിയിൽ ചെയ്യുന്നതല്ല, അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതവിടെ സംഭവിക്കും. ലാലേട്ടനൊക്കെ പറയുന്ന പോലെ അതൊരു ഹാപ്പനിങ് ആണ്. ഇപ്പൊ സുരാജനെ കുറിച്ച് ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. മൂപ്പര് എങ്ങനെയാണ് ശരിക്കും ഒരു ക്യാരക്ടറിലോട്ടൊക്കെ കയറുന്നതും? ഞാനിതിനു മുമ്പ് സുരാജന്റെ കൂടെ മദനോത്സവത്തിൽ ഇറക്കി തന്നെ. അപ്പൊ അന്ന് കണ്ട ഓർമ്മയാണ്. അപ്പൊ ഈ പടത്തിൽ ഞാൻ ചെല്ലുമ്പോൾ പുള്ളി കാരവാനിലുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ പുള്ളി വന്ന ദിവസം ഞാൻ കയറിയിട്ട് അതിലൊരു ഡയലോഗ് ഉണ്ട്, മദന എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ അതിങ്ങനെ വിളിച്ച് മദന നീയാ ഇവിടെ ഭയങ്കര പുള്ളിക്ക് അപ്പോൾ ഓർമ്മയുണ്ട് തന്നെ, ഭയങ്കര സ്നേഹവും കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ പുള്ളിയുടെ ഒരു പ്രോസസ്സ് ഞാൻ കുറച്ചും കൂടെ ഇതിലാണ് ഞാൻ കണ്ടത്. അതിനകത്ത് അധികം കോമ്പിനേഷൻസ് ഇല്ലായിരുന്നു. അപ്പോൾ പുള്ളി ഒരു സീൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പുള്ളി പെർഫോം ചെയ്ത് അതിനെ ഉണ്ടാക്കി എടുത്ത് അതിനെ ഉരുട്ടി അതിന് കുറേ ഇൻപുട്ട് കൊടുത്ത് നമ്മൾ
ഫസ്റ്റ് കൊണ്ടുവന്ന സാധനം ആയിരിക്കില്ല ടേക്കിൽ വരുമ്പോഴേക്കും അത് വേറെ ലെവലിലേക്ക് മാറും. നമുക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ചിരി നിർത്താൻ പറ്റില്ല, കാരണം അത് അപ്പം കാണുന്ന സാധനം. നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിട്ടൊരു കാര്യം കാണുമ്പോൾ നമുക്ക് ചിരി വരില്ല, പക്ഷെ ഇത് അപ്പം സംഭവിക്കുകയാണ്. അപ്പം നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. സുരാട്ടൻ്റെ ഒക്കെ ലൈവ് പെർഫോമൻസ് ഞാനും ജീവനും ചിന്നോടൊക്കെ നമ്മുടെ ഇരട്ടകളിൽ ഞാൻ പറയും, എന്താണ് ഫ്രീ ടിക്കറ്റിൽ കൺമുമ്പിൽ പെർഫോമൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതൊരു വൻ ഭാഗ്യമാണത്. ഏറ്റവും ഒരു ഫൺ മൊമെന്റ് പറയുകയാണെങ്കിൽ ഓഫ് ദ സ്ക്രീൻ അങ്ങനെ ഒരുപാട് ഫൺ മൊമെന്റ്സ് ഉണ്ട്. പിന്നെ നമ്മളെ പടത്തിന്റെ ഒരു സ്വഭാവം ഡാർക്ക് ഹ്യൂമർ ആയതുകൊണ്ട് നമ്മുടെ ട്വിൻസിൽ ഒരാളെ ഷൂട്ടിന് വരുന്ന സമയത്ത് ലൊക്കേഷനിലേക്ക് കിടക്കുമ്പോൾ തേളുകുത്തി. പിന്നെ 2 ദിവസം അവനെ അത് വെച്ചിട്ടായിരുന്നു ഞങ്ങള് കളിയാക്കി. അപ്പൊ അങ്ങനെ ഒരു അറിയാലോ സ്വാഭാവികം. ഞാൻ പേടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, സീരിയസ് ഒക്കെ ആയിട്ട് പോയിട്ട് നമ്മളുടെ അവിടെ ഒക്കെ ഈ സാധനത്ത് ഏത് കളറാന്നൊക്കെ ചോദിച്ചിട്ട് കറുപ്പ് ഏത് കല്ല എവിടെ നിന്ന് അങ്ങോട്ട് മുറിച്ചളയേണ്ടി വരുമോ എന്നൊക്കെയുള്ള വരണ്ട് നൈസായിട്ട്. വാലിങ്ങനെ വളഞ്ഞിട്ടാണ് നിക്കണ തേളാണോ ചോദിച്ചാ, അപ്പൊ എല്ലാ തേളിനെ വാലിങ്ങനെ ആടെ ആ സാധനമാണ് ഇപ്പൊ കുത്തി വെച്ചാലേ. അപ്പൊ ഈ സാധനം പറയണ്ട. അപ്പൊ ഞാൻ ഇത് രാത്രി ഭക്ഷണം ഒഴിവാക്കണം, അത്താഴം കഴിക്കരുത്, എല്ലാം ചിലപ്പോ നാരങ്ങ കഴിക്കരുത്, അങ്ങനെയൊക്കെ പോയിട്ട് കുറച്ചേരൊക്കെ മൂപ്പര് ചിന്തിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പിന്നെ ചേച്ചിമാരെ കൂടിയിട്ട് നമ്മുടെ സെറ്റിൽ ഉണ്ടല്ലോ, അവരൊക്കെ കൂടിയിട്ട് പറഞ്ഞിട്ടോ പാവണ്ടെങ്കിൽ കിട്ടും. പിന്നെ വേറെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, എന്റെ വീട്ടിൽ നിന്ന് ഷോട്ടിൽ ഇതുപോലെ രാത്രി 3 മണിക്കൊക്കെ മറ്റേ കൃത്രിമ മഴ കൊള്ളണ മഴ പടത്തില് എനിക്ക് ഓൾറെഡി തണുപ്പ് പറ്റില്ല, അതിന്റെ കൂടെ ഒരു ഗ്രാമത്തിൽ മരങ്ങളുടെ ഉള്ളിലുള്ളൊരു പരിപാടിയാണ് ഈ സാധനം. ഞാനുണ്ട്, സന്തോഷേട്ടൻ ഒരു കുട ചൂടിയിട്ടുള്ള സീനാണ്, ഞാൻ മഴ കൊള്ളുന്ന സീനാ. ഞാനാണെങ്കിൽ എന്റെ ഇട്ട ബോക്സറും അതിനകത്തുള്ളതും ഒക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക. അപ്പം ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല, അതിലാണ് നിൽക്കുന്നത്. അപ്പം സന്തോഷേട്ടൻ നിൽക്കുന്നുണ്ട്, ഞാൻ സന്തോഷേട്ടൻ സംസാരിച്ചിട്ട് മറ്റേ ബനെ വിളിച്ചിട്ട് നമ്മുടെ ക്രൂവിൽ നിന്ന് ആരെ വിളിച്ചിട്ട്, എടാ ഒന്ന് വന്നതിന്റെ ഉച്ചിയിലൊരു തുള്ളി വീണോ. ഞാനത് കേട്ടിട്ട് സന്തോഷേട്ടാ. അപ്പൊ ആൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആളിപ്പോ ഏത് കാലം മുന്നേ ഉള്ള പടത്തില്ല, ആളൊക്കെ ഇതിനപ്പുറം കഴിഞ്ഞു വന്നതായിരിക്കും. സോ എന്റെ ക്യാരക്ടർ ഇതാണ്, ഞാൻ എന്റെ അത് വെൽ മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ അതും ഞാൻ പറഞ്ഞിട്ട് അയ്യോ ദാസേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോഴും പറയും. നമ്മുടെ നായകൻ സൈജു കുറുപ്പ് ഒരു നായകൻ മാത്രമല്ല, ഒരു കപ്പിത്താനും കൂടെയാണ് ഈ സിനിമ. അപ്പൊ ആ ഒരു ഓൾറെഡി ഒരു പ്രഷർ ഉണ്ടാവും മൂപ്പർക്ക്, അത് അത് പുള്ളി തന്നെ മറക്കാറുണ്ട്. പുള്ളി പ്രൊഡ്യൂസറാന്നുള്ള പുള്ളി തന്നെ ഇടയ്ക്ക് മറന്നു. പുള്ളി അത് പറയാറുണ്ട്. പുള്ളി സെറ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ പുള്ളി ആർട്ടിസ്റ്റ് ആയിട്ടാണ്, പുള്ളിക്ക് ഈ സാധനം മൈൻഡിലുണ്ടാവും ഒബ്വിയസ്ലി, പക്ഷെ അത് പുറത്ത് വരില്ല. കാരണം നമ്മളാ അവിടെ ഉള്ളൊരു ഫാമിലി വൈബ് അങ്ങനെയാണ്. കാരണം നമ്മൾ ഓൾറെഡി ഒരു പടമൊക്കെ ചെയ്ത് എല്ലാവരും ഭയങ്കര ജെല്ലായിട്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നമ്മളവിടെ ഫുൾ ഫൺ ആൻഡ് തമാശകളൊക്കെയാണ്. അപ്പോൾ പുള്ളിക്ക് അതിനുള്ളൊരു ഇടയിലുള്ള ഫോൺ കോൾസോ ഒരൊച്ചത്തിലുള്ള ഫോൺ കോൾസോ അങ്ങനെ ഒന്നും ഇടയിൽ നിന്നിട്ട് പോയിട്ട് കോൾ ചെയ്യാ, ഒരു ടെൻഷനോ അങ്ങനെ ഒന്നും ഇതുവരെ അങ്ങനെയൊക്കെ ഒരു കോള് മാറി നിന്ന് ചെയ്താലേ അതും കോള് അത്രേ ഉള്ളൂ. വേറെ ഒരു പരിപാടി അതിന്റെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ടൈപ്പ് ഓഫ് ഇത് അങ്ങനെ ഒന്നുമില്ല. വളരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, സ്റ്റിൽ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. വളരെ സപ്പോർട്ടീവ് ആണ്. റിയൽ ലൈഫിൽ നമ്മുടെ വൈഫിനെ നോക്കിയാലും ഞാൻ ഇന്ന് രാവിലെ കണ്ടായിരുന്നു, ഇൻസ്റ്റ നോക്കിയാലും ഫുള്ള് കൂടെ ഉണ്ട്. എങ്ങനെയാണ് ആ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം? എന്റെ വൈഫ് എന്ന് പറയുന്ന സപ്പോർട്ട് ഭയങ്കര. ഞാനിപ്പോ എന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാള് വൈഫാണ്. കാരണം ഞാൻ ഈ സിനിമയൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ കള്ളം പറഞ്ഞ് കല്യാണം കഴിച്ചതാണ്. അത് നമുക്കിവിടെ അല്ല വീട്ടിലേക്ക്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എറണാകുളത്തൊക്കെ ഫ്ലാറ്റ് ഇട്ടുണ്ടെങ്കിൽ മറ്റേ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചു. അപ്പൊ ഇത് പറഞ്ഞാൽ ഉണ്ടാക്കണം. അപ്പം പിന്നെ അപ്പൊ വീട്ടുകാർ പറഞ്ഞു എന്നാൽ പിന്നെ കല്യാണം കഴിക്കാം, ജോലി ഉണ്ട്, ഞാൻ ഇവിടെ ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ സെറ്റായി. ഇല്ല, വെറുതെ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പ്ലാൻ ഇട്ട് അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് ആ സമയത്ത് അപ്പൊ തല്ലുമാല ഓഡിഷൻ കഴിഞ്ഞ് നിൽക്കുക, ഷൂട്ട് തുടങ്ങിയത്. അപ്പൊ കോവിഡും ഇതൊക്കെ ആയിട്ടാകെ നിൽക്കുമ്പോൾ ആളുടെ സാലറിയിൽ ആണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ഇവിടെ എറണാകുളത്ത് നിന്നത്. ഒരു വീടിന്റെ മുകളിലത്തെ നിലയിൽ കുറച്ച് മറ്റേ സാധനം കിട്ടുമല്ലേ, ഒരു ചോരുന്ന വീട്. അത് കേട്ടാടാ, ഒരു ചോരുന്ന വീട്ടിലായിരുന്നു. ആക്ച്വലി ചോരുന്ന വീടായിരുന്നു കേട്ടോ.
പക്ഷെ പിന്നീട് ആളുടെ ആ സപ്പോർട്ട്, പിന്നെ എനിക്ക് തല്ലുമാല കഴിയുന്നു, കുറച്ച് പടങ്ങളാവുന്നു, ഞാൻ രണ്ടുപേരും ഹാപ്പി ആവുന്നു. പിന്നീടാണ് ഞങ്ങൾ വീട്ടിൽ പറയുന്നത് അന്ന് ജോലിയൊന്നും ഇല്ല എന്ന് വെറുതെ പറ്റിച്ചേ. പക്ഷെ ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. വൈഫ് ആസ് ഓൾവേസ് സ്റ്റിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. ബ്രോനോട് ഞാൻ ചോദിക്കാത്ത എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് വൈഫില്ല, വൈഫൈ ഉള്ളൂ. ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് ആയതാണ് ഫ്രണ്ട്സ് ആണോ ഫാമിലി ആണോ? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഇപ്പോൾ സപ്പോർട്ടുണ്ട്. ആ ഒരു സമയത്ത് അങ്ങനെ നമ്മൾ ഒരു പ്രശ്നമുള്ളൊരു സാധനത്തിൽ കൂടെയാണല്ലോ വരുന്നത് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് എന്നുള്ളത്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു. ഞാൻ നിന്ന സമയത്ത് നമ്മുടെ ഡൗൺ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്, പിന്നെ റസീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് വേറെ എറണാകുളത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, റിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ ഒക്കെ ആ ഇനീഷ്യൽ സ്റ്റേജിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ പിന്നെ ഇവരൊക്കെ ഒരുപാട് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ എനിക്ക് ടെക്നോളജിയെക്കുറിച്ച് അറിയാനും കുറേയൊക്കെ ബന്ധങ്ങൾ പരിചയപ്പെടുത്താനും അങ്ങനെയൊക്കെ ഒരുപാട് ഇതായിട്ടുണ്ട്. ഇപ്പോഴും റസീം അവരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് ഈ ഒരു സീനിൽ. കാരണം നമ്മളൊപ്പം വരുന്ന ആൾക്കാരാണ്. അപ്പം പിന്നെ ഇതൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഒരു ഇതായപ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഇത് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടല്ലോ. മറ്റേത് അവിടെ പോയി എറണാകുളത്തേക്ക് വണ്ടി എടുത്ത് പോയി വണ്ടിയാണോ കാട്ടിക്കൂട്ടർ എന്തായിട്ടാണോ തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പം നോക്കിക്കോ ഏതെങ്കിലും ഒരു പെണ്ണിനെ തിരിച്ചു. അപ്പോൾ അതൊക്കെ മാറ്റി പറയിപ്പിക്കാൻ പറ്റി. നാട്ടുകാരെ കൊണ്ട് നമ്മളെ കളിയാക്കിയവരെടുത്തും എല്ലാവരുടെ അടുത്തൊക്കെ മാറ്റി പറയിപ്പിക്കാൻ പറ്റി. അപ്പം ഓൾവേസ് ഫ്രണ്ട്സ് തന്നെയാണ് പ്രയോറിറ്റിയിൽ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ ഉമ്മ അതേപോലെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലോ. ഒരുപാട് പേര് ആ ഒരു സമയത്ത് നീ ഇതിന് പോടാ അത് പഠിച്ചിട്ട് കുടുംബത്തിന്റെ ആ ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ ഇതാക്കിയിട്ട് അങ്ങനെ നിർബന്ധിതമായിട്ട് പഠിക്കുന്നത് എനിക്ക് അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല. അത്ര സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അത്ര വലിയൊരു ചെയ്യണ്ട ഇതന്നെ ചെയ്താൽ മതി എന്നുള്ള സാധനം ഉണ്ടായിരുന്നില്ല. നാട്ടുകാരുടെ മുമ്പിൽ ഹാബിഷ് തന്നെയാണോ അല്ലെങ്കിൽ ബേബി ജീനാണോ? നാട്ടില് എന്റെ നാട്ടിൽ വിളിക്കുക ബാബി അല്ലെങ്കിൽ ബേബി എന്ന് വിളിക്കുക. ഈ ഹാബി അങ്ങനെ ആയിട്ടുള്ളതാ. സോ ഹാബിഷ് ഒന്നും ആരും വിളിക്കാറില്ല. അത് മറ്റേ നാട്ടിലും അപ്പൊ നമുക്ക് ഇപ്പൊ ബേബി ജീൻ ആയിട്ടുണ്ട് നാട്ടില്. മറ്റേ ഞാൻ നോക്കുമ്പോ മറ്റേ വലിയ ബേബി ജീൻ അതുവരെ കുഞ്ഞോന്റെ ചെക്കല്ല അറിയുന്നത്. ഇപ്പൊ അപ്പൊ അവര് വരെ മൂവിയിൽക്കൊക്കെ വരുമ്പോഴേ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുണ്ടല്ലോ. പിന്നെ കുറെ നമ്മളൊരു വിചാരിച്ച പോലെ തന്നെ ഇപ്പൊ ഈ പടത്തിന്റെ കുറെ ഓഡിയൻസും ഈ മ്യൂസിക് വീഡിയോക്ക് ഒരു സ്വീകാര്യത കൂടി വരുന്നുണ്ട്. കണ്ട് അഭിപ്രായം പറയുന്നുണ്ട് മ്യൂസിക് വീഡിയോ യൂട്യൂബ് റിലീസ്. അപ്പം ഓൾവേസ് സപ്പോർട്ട് ഇവരൊക്കെ തന്നെ ആയിരുന്നു മെയിനായിട്ട്. പിന്നെ നമുക്ക് കുറെ വഴിയിൽ കുറെ ആൾക്കാരെ കിട്ടും, നല്ല ആൾക്കാരെ കിട്ടും, പ്രതീക്ഷിക്കാത്ത ആൾക്കാരെ കിട്ടും. അങ്ങനെ വൈഫ് ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ വെച്ച് പോകും. ഒരു മാസം മുമ്പ് ഞാൻ ഇവിടുന്ന് നമ്മുടെ ഡബ്സിന്റെ ഇന്റർവ്യൂ എടുത്താണ്. എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു ബേബിജിനെ കുറിച്ച് ഹിസ് മൈ ലൈക്ക് മൈ ലിറ്റിൽ ബ്രദർ, നല്ല കഴിവുള്ള പയ്യനാണ്. പിന്നെ ഞങ്ങള് എന്തോ പറഞ്ഞായിരുന്നു, എന്തോ ഒരു പള്ളി എന്തോ ഇതാന്ന്. അത് നമ്മളൊരു മഹല്ല് എന്ന് പറയുമല്ലോ. അതായത് മരിച്ചു പോയി കഴിഞ്ഞാല് നമ്മളെ കുഴിച്ചിരുന്ന സെയിം സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പറമ്പിലാ. അപ്പം അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഒരു സ്ഥലത്തുനിന്ന് വരിക എന്ന് പറയുന്നത് അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാ. അങ്ങനത്തെ ഒരു കാര്യം നമ്മള് ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞേക്കാളും അതിൻ്റെ ഉപരി മരിച്ചു പോകുമ്പോൾ ഒരു സ്ഥലത്താണ് എന്നുള്ള സാധനം. അപ്പം അതിനെ പോയറ്റിക് അടിപൊളി ഒരു കാര്യമായിട്ട് ഞാനിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. അത് പിന്നെ നമുക്ക് അതിനെ മാറ്റാൻ ഒന്നും പറ്റില്ലല്ലോ. താമസ സ്ഥലം അതൊക്കെ മാറ്റാം, പക്ഷെ എവിടെ പോയാലും അവിടെ ചെന്ന് എന്ത് ചെയ്യും. അതൊക്കെ തന്നെയാണ് ഒരു നാടിന്റെ ഒരു ബന്ധം എങ്ങനെ പോയാലും ഉണ്ടാവും. ഇപ്പോ ഒരു നാട്ടിൽ നിന്ന് കണ്ടാൽ സംസാരിക്കാത്ത രണ്ടാൾക്കാര് ചിലപ്പോ ഒരു ദുബായിൽ നിന്ന് ഇപ്പൊ ഒരു 2 മലയാളികൾ കാണാണ്, ഹായ് എന്നേ പറയുള്ളൂ. നേരെ മറിച്ചൊരു അമേരിക്കയിൽ പോയിട്ടൊരു മലയാളിനെ കാണുമ്പം ഒന്നും കൂടെ നമുക്ക് സന്തോഷാ അല്ലെ. പിന്നെ തീരെ മലയാളികളുള്ള സ്ഥാനത്ത് അവിടെ ഒരു ഇന്ത്യക്കാരനെ കാണുന്നത് തന്നെ നമുക്ക് വളരെ ബന്ധമാണ്. ഇന്ത്യക്കാരനെങ്കിലുണ്ടല്ലോ. അപ്പൊ അതും ഇല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റെങ്കിലും അപ്പൊ നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ വെച്ച് നമുക്ക് ഭയങ്കര ബന്ധമാണ്. അപ്പം ഓഫ് കോഴ്സ് അവൻ എൻ്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് വീട്. അപ്പൊ അവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതുവരെ എത്തി. പിന്നീടൊക്കെയാണ് അറിഞ്ഞു വരുന്നത് അവൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ആയിരുന്നു. ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അതായത് +2 പഠിക്കുമ്പോൾ ഞാൻ 6-5 അപ്പോൾ
അങ്ങനത്തെ അത് നമുക്ക് കണക്ട് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. ഇവിടെ വന്ന് മ്യൂസിക് കണക്ട് ചെയ്യാൻ പറ്റുന്നു, നോക്കുമ്പോൾ നാട്ടിലും കണക്ട് ചെയ്യാൻ പറ്റുന്നു. സോ ആ ബോണ്ട് നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് മുറിച്ച് കളയാൻ പറ്റാത്തൊരു ബോണ്ടാണ്. അല്ലെങ്കിലും ഇപ്പം ഇതേപോലെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരാളാണ് ഡാപ്സി. സോ ഓഫ് കോഴ്സ് ഐ ആം വെരി താങ്ക്ഫുൾ ടു ഹിം ആൻഡ് ഐ എം വെരി പ്രൗഡ്. ആള് ഇങ്ങനെ ഒരു നമ്മളൊന്നുമില്ലാത്ത സമയത്ത് കാണുന്ന ഒരു നമ്മളിങ്ങനെ പ്ലാനും പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇങ്ങനെ മ്യൂസിക് ഇൻഡസ്ട്രിയൊക്കെ നമുക്ക് വളർത്തിയെടുക്കണം, പറ്റുന്ന പോലെ ഇൻഡിപെൻഡൻ്റ് ഇങ്ങനെ ആക്കണം എന്നൊക്കെ. അപ്പം ഒന്നുമില്ലാത്ത സമയത്തുള്ള ഒരു തുടങ്ങിയതായതുകൊണ്ടുള്ള ഒരു ഭംഗിയുണ്ട് ബന്ധത്തിന്. ഇത് ചോദിക്കാമെന്ന് അറിയില്ല, നമ്മുടെ ഒരു കഴിഞ്ഞ ദിവസം വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഇൻസ്റ്റയില്, ഭയങ്കര പാട്ടൊക്കെ വെച്ച് ഒരു ഭംഗി ഷോട്ട്. പിന്നെ സാധനം അപ്പൊ ഡബ്സിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, കറി പോരാന്ന്. ഓ അന്നല്ല അത് വന്നിട്ട് എന്ത് ഞാനോ അങ്ങനെ തന്നെയാണ്. എന്തുണ്ടായാലും സമ്മതിച്ചു കൊടുക്കില്ലല്ലോ, സമ്മതിച്ച് കൊടുക്കരുത് നെയ്യത്ത് വെച്ചിട്ട്. അപ്പൊ അന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് വന്ന് കഴിച്ചു, സമ്മതിക്കില്ല. ഓനാട്ടി അടിപൊളി ചിക്കൻ കറി അന്ന് കുറെ മെയിൻ ആയിരുന്ന ഒരു നെയ്ച്ചോറും ബീഫും ഒരു സർലാസും ഉണ്ടാക്കാൻ അറിയാം, മെയിനാവല. അപ്പൊ ഇതിനൊക്കെ കടത്തി വിട്ടുന്ന ചിക്കൻ കറി ആയിരുന്നത്. അപ്പൊ അതിന്റെ അസൂയ. എന്നിട്ട് അതിനിപ്പോ വേറെ ലക്ഷദ്വീപിൽ പോയിട്ട് വേറെ കുക്കിംഗ് ബ്ലോഗ് ഇട്ടുണ്ട്. ആരാ മോന്. നമ്മുടെ പടത്തിലെ കുറെ റെഫറൻസുകൾ ഉണ്ട്, പുറത്തു പറയാൻ പറ്റില്ല. എന്നാ പോലും നമ്മുടെ സുഭാഷല്ലായിരുന്ന സുഭാഷിനെ കാണുന്ന ഒരു സീനിൽ പോലുള്ള റെഫറൻസ് ഇതിൽ എന്തെങ്കിലും നമ്മൾ സ്വന്തം കയ്യിൽ നിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എല്ലാം ഡയറക്ടറിന്റെ തന്നെ സംഭവമാണോ? മോസ്റ്റ് ഓഫ് ഓൾ എല്ലാം ദാസന്റെയും റൈറ്ററിന്റെയും ഒക്കെ ഇൻപുട്ട് തന്നെയാണ്. പിന്നെ സീന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഇടയിൽ എന്തെങ്കിലും സജഷൻ. ദാസന്റെ വേറൊരു ക്വാളിറ്റി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദാസന്റെ ഹ്യൂമർ. എനിക്ക് ഏറ്റവും കണക്ട് ആവുന്ന ടൈപ്പ് ഓഫ് ഹ്യൂമർ ദാസന്റെ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇൻപുട്ട് പറഞ്ഞാൽ അവൻ അത് ഇടയിൽ 2 സീനിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും പറയാൻ പറ്റുന്ന സ്പേസ് അവന്റെ അടുത്ത് എനിക്കുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അവന്റെ ഹ്യൂമർ സെൻസും ഇഷ്ടമാണ്. പടം കണ്ടാലും അറിയാം, അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. സ്ലാങ് കൈകാര്യം ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതായത് നമ്മൾ വേറൊരു നാട്ടിലെ ഒരു കഥയാണ് പറയുന്നത്, അവിടെ ചെന്നാണ് അഭിനയിക്കുന്ന ആ രീതിയിലാണ്. ആരോട് ഇവിടെ കണ്ണൂരാ, കാസർഗോഡ് മറ്റേ അവിടെ നിന്ന് തുടങ്ങി കല്ലുമാലയാണെങ്കിൽ അതൊക്കെ അങ്ങോട്ടുള്ള കുറച്ച് കഥകൾ പറയുമ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടോ? ഇല്ല, എന്നോട് അല്ല, സ്ലാങ് എനിക്ക് പണ്ടോട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. എല്ലാ സ്ലാങ്ങുകളും ട്രൈ ചെയ്ത് നോക്കണം. സിനിമയിലല്ല, വെറുതെ സംസാരിക്കും. ഒരുപാട് പേരെയൊക്കെ ഭയങ്കര അനുഗ്രഹീത കലാകാരൻ എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു കോൺവെർസേഷനിൽ ഇപ്പൊ ഓരോരുത്തരെ പറയുമ്പോ അവര് പറഞ്ഞ രീതിയിൽ അത് സ്വാതി മറ്റേ സാധനം പിടിക്കത് കുറച്ചേരം ഇവന്റെ കൂടെ ഇരുന്ന ഇവന്റെ സ്ലാങ്ങില് എന്നോട് സംസാരിക്കും. അതെ, തൃശ്ശൂരുള്ള ആരെയും കൂടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് പിന്നെ അതിലേക്ക് എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. അപ്പൊ എന്നോട് സംസാരിക്കാൻ വേണ്ടില്ല, എനിക്ക് കണ്ണൂര് മറ്റേ ശാന്തിക്ക് ഞാൻ ഇവരുടെ കൂടെ പോയി എന്താവല് മറ്റേ സാധനമൊക്കെ പറയാം. അപ്പൊ ഞാനും അഭിരാം ചേട്ടനും സ്വാതി ആരും അവിടുത്തെ കുറ്റികളാ, മറ്റേ കണ്ണൂര് കാഞ്ഞങ്ങാട്. ഞാൻ അവിടെ പോയിട്ട് ഞാൻ പിന്നെ പകുതി ഒരു ഭാഗമൊക്കെ കണ്ണൂരായി. അപ്പൊ എന്താ ചെയ്യല്, അത് കണ്ണൂരിന്ന് പുറപ്പെടുകയും ചെയ്തു. അതെ, ചെറുത്തൂര് ഭാഗത്തൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ സ്വാതി പറഞ്ഞ പോലെ തന്നെ ആരായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇതിലേക്ക് നമ്മൾ അറിയാണ്ട് തന്നെ ഷിഫ്റ്റ് ആവുന്നത്. ഇപ്പൊ ഞാന് ഭയങ്കര ഒരു മീഡിയം അല്ലെങ്കിൽ മോഡറേറ്റ് സ്ലാങ്ങിലല്ലേ ഇപ്പൊ സംസാരിക്കണേ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഡാപ്സിനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നേരെ മലപ്പുറത്ത് നാട്ടിലേക്ക് എത്തി. അവനായിട്ട് സംസാരിക്കുമ്പോൾ നാട്ടിലേക്ക് എത്തി കഴിഞ്ഞാൽ ഓൾറെഡി എന്റെ സ്ലാങ്ങും നാട്ടിലേക്ക് എത്തി, അല്ലെങ്കിൽ ഡയലക്റ്റും നാട്ടിലേക്ക് എത്തി. അത് അറിയാണ്ട് ഷിഫ്റ്റ് ആവും. രസമുള്ള പരിപാടി. പിന്നെ ഭയങ്കര ഫൺ പരിപാടി. ഉറപ്പായിട്ടും സംസാരിക്കുമ്പോ കുറെ പേര് ചോദിച്ചിട്ട് അതും മറ്റേ ചിലപ്പോ മറ്റേ ഇത് നമ്മളിപ്പം ഈ ഒരു ഗ്ലാമറസ് സൈഡിലേക്കൊക്കെ എത്തിക്കാം. പക്ഷെ നമ്മളെ റൂട്ട് അവിടെയാണല്ലോ. നമ്മൾ സ്റ്റിൽ സംസാരിക്കണം ഇങ്ങനെ. അപ്പൊ നമ്മള് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു സദസ്സ് ചിലപ്പം ഭയങ്കര ജുബായിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. മനസ്സിലായ? അതല്ല, ജുബായിൽ നിന്ന് പഠിച്ചു വളർന്ന കുട്ടികൾ. ഇവർക്ക് മലയാളം തന്നെ ചൊവ്വയിൽ അറിയില്ല. അപ്പൊ അതിന്റെ കൂടെ നമ്മളീ പറഞ്ഞു കേട്ട് കഴിഞ്ഞാലേ അല്ല അറിയുന്നവരുണ്ട് കേട്ടോ. ഏത് അത് ശരിയാ. അപ്പൊ ജനിച്ചു നീ കലാകാരനല്ലടാ, സേഫാക്കി. മറ്റേതുണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ആരെയും കുറ്റപ്പെടുത്തിയല്ല, അവർക്ക് കറക്റ്റ് പറയാൻ മറ്റേ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ ഞാനും ഫുൾ ടൈം അങ്ങനത്തെ ഒരു ഇതില് ഇത് ജീവിച്ചു വളർന്നിട്ട് മലയാളം തന്നെ കറക്റ്റ് അവർക്ക്
ഐഡിയ ഉണ്ടാവില്ല. കാണുന്ന ആൾക്കാരൊക്കെ വേറെ അവര് നമ്മളെ മലപ്പുറം ഇതല്ല, മലപ്പുറം ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നുകൂടെ സ്പീഡ് അല്ലെങ്കിൽ ഒന്നുകൂടെ ഇതാവും. അപ്പൊ ഇതെന്താണ് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചോദിക്കും, ആ പറഞ്ഞത് എന്താണ് ഇടയ്ക്ക് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ? കാരണം നമ്മൾ തല്ലൂടാ തോന്നും. ഈ പറഞ്ഞ പോലത്തെ അവസ്ഥ, കൂട്ടാൻ പോരാ പറയാ അങ്ങനത്തെ, പിന്നെ തല്ലൂടിലാവും. അപ്പൊ നമ്മളതൊരു ലവ് ലാംഗ്വേജാ. എന്റെ വീട്ടില് 2 ഉമ്മമാരുണ്ട്. അപ്പൊ ഒരു ഉമ്മ മരിച്ചുപോയി ഒരു 2 years ബാക്ക് ഓൾമോസ്റ്റ്. അപ്പോ ഇവരിന്റെ ഉമ്മ ഏട്ടനനിയത്തിമാരാ. ഇവര് നമുക്ക് ഡെയിലി അടിപിടി കൂടാവും. പക്ഷെ അടിപിടിയല്ല, അതായത് നമ്മളെക്കാൾ എക്സ്ട്രീമാ അത്. ഞാൻ വരെ പിന്നീടാണ് എനിക്ക് അതിന്റെ ഒരു പരിപാടി മനസ്സിലായത്. ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയായിരുന്നു? ഇത് നമ്മളെ ഇവിടെ അല്ലേ? ഇവിടെ തലശ്ശേരി, കൂത്തുപറമ്പ, പേരാമ്പ്ര ഇവിടൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത. അമ്പലം എല്ലാം ഒറിജിനൽ തന്നെയല്ലേ? അത് അല്ല അങ്ങനത്തെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള VFX സെറ്റിംഗ്സ് ഇല്ല ഫ്ലക്സ് അടിച്ച് അല്ല. അതില് എന്നുവെച്ചാൽ ഇടയില് അവിടെ ഇവിടെയൊക്കെ ചെറിയ സെറ്റ് പരിപാടികളുണ്ട്. പക്ഷെ അമ്പലം സോളിഡ് ഊജിയാണ്. രസമുള്ളൊരു അമ്പലം. നല്ല ആ സ്ഥലവും അടിപൊളിയാണ്, ഗംഭീര സ്ഥലം. ഇപ്പൊ ഇതിന്റെ റിലീസ് മാറ്റി വെക്കാനൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. ദൃശ്യമായിരുന്നു ആദ്യം ഇറങ്ങേണ്ടിരുന്നത്, അതുവരെ മാറ്റി വെച്ചു. വാഴ ഇറങ്ങി. പക്ഷെ ഇത് നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ഒരു കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയല്ലേ? പിന്നെ പിന്നെ ഉറപ്പായിട്ടും എന്തായാലും അങ്ങനെ അടിക്കട്ടെ. ഈ അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ് രണ്ടുപേരുടെയും? ഇപ്പൊ പറയാനുള്ളത് നമ്മുടെ ഞങ്ങൾ തന്നെ വീണ്ടും ടോവിനോ നസ്രിയ പടം ഷൂട്ട് നടക്കുന്നുണ്ട്. അത് 2-3 ഷെഡ്യൂളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോട്ടക്കൽ ഭാഗത്തും. പിന്നിപ്പോ അതേ തുടങ്ങാറായി. ഇവിടെ ഇനി സ്കൂളർക്കാരായി കഴിഞ്ഞു, കളിയൊക്കെ കഴിഞ്ഞു പഠിക്കുവാനായി. ഇതൊരു ജിംഖാന സെറ്റപ്പാ. കുറെ പേരുണ്ട്, രസാ, ഫണ്ണാണ്. കാരവാനൊക്കെ ജനറൽ കാരവാൻ. അപ്പൊ അതില് ഇതേപോലെ തന്നെ സെറ്റ് ഭയങ്കര രസാ. എല്ലാ ഫ്രെയിമിലും എല്ലാരും ഉണ്ട്. പിന്നെ എനിക്ക് കിടക്കായി. അതാണ് ഫ്യൂച്ചർ പ്രൊജക്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലേ. ട്രാക്ക് ഇപ്പോ 1 വേൾഡ് ബാങ്ക് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ഒരു മാസം അവസാനത്തോട് കൂടിയിട്ടൊക്കെ 1 ചെയ്ത് ഇങ്ങനെ തുടങ്ങണം. ഇതൊക്കെ ഒന്ന് ഓട്ടൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ. ഇതിന്റെ ഇടയിൽ 2 കൂടെ കൊണ്ടുപോകും. എന്നാലും ആദ്യം നമ്മുടെ അതാണ് ഷോറ്, അതായിരുന്നല്ലോ, അതാണല്ലോ. അപ്പൊ അതിൽ എന്തായാലും വിട്ടുപോകരുത് എന്നുള്ളതുണ്ട്. വിട്ടുപോകില്ല. മ്യൂസിക് എന്തായാലും പ്രതീക്ഷിക്കാം. ചെറുതായിട്ട് പാടും. ഇപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം, ഓക്കെ, എന്റെ ഇന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് പിടിക്കണം, അങ്ങനത്തെ ഒന്ന് തോന്നാറുണ്ടോ? അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള മൂടാണ്. അങ്ങനെ ഇന്നത് വേണമെന്ന് വാശിയൊന്നുമില്ല. എന്ത് തന്നാലും സ്വീകരിക്കും. ഈ അഭിനയം കണ്ടിട്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അപ്രിസിയേഷൻ, മെസ്സേജ് ഓർ കോൾ എന്തെങ്കിലും 2 പേർക്കും? പാലപ്പുഴ ചിങ്കാനിയാണ് ബ്രോന്റെ ആദ്യത്തെ പടം. അപ്പൊ അത് കഴിഞ്ഞിട്ടേയും കിട്ടിയ ഒരു ആദ്യത്തെ ഒരു സാധനം, നീ ഇനി പാടണ്ട, അല്ല നീ ഇനി പാടണ്ട, നീ അഭിനയിച്ചോ, എന്ത് വർത്താനേട്ടാ. അപ്പൊ അങ്ങനെയൊക്കെ അതായത് സ്നേഹത്തോട് പറയതാ, എടാ ഇത് പിടിക്കും. കാരണം ഒരുപാട് ഏജ് ഉള്ളവർക്കേ പാട്ട് എന്ത് കണക്കുണയാണ് ചെയ്യണെന്നുള്ളൊരു സാധനത്തിലായിരിക്കുമല്ലോ, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത. അപ്പൊ അവർക്ക് ഫേസ് പരിചയമുണ്ട്, ഓക്കെ ചെക്കപ്പ് ആവാണല്ലോ, അത്ര പാവല്ല. മിഞ്ഞാതാര് ചോദിച്ചു ഇത് സിനിമയ്ക്ക് ജനകീയമായി. അപ്പൊ ഞാൻ അടുത്ത മാസം ഒരു മൃഗീയമായിട്ടുള്ളൊരു ട്രാക്ക് ഇറക്കും, അപ്പൊ അതുകൊണ്ട് പോയി കിട്ടും. അങ്ങനത്തെ ഒരു ഇതിൽ അതെ. ഈ പടത്തിൽ ഇപ്പോ ഞാനാണ് ഈ റോള് ചെയ്തേക്കണെന്ന് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവസ്ഥ ഉണ്ട്. അത് ഞാൻ ചോദിക്കാൻ കാരണം പറഞ്ഞല്ല, ഞാൻ എടുത്തോട് പറഞ്ഞു, എടാ ഇങ്ങനെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ് എടാ അതിനകത്ത് ഒന്നല്ലെങ്കിൽ നീ സൈജു കുറുപ്പിനെ പിടിക്കാൻ നോക്കി ഇന്റർവ്യൂല്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ കിട്ടാൻ ചാൻസാ. ഒരു പുതിയ പയ്യൻ വന്നിട്ട് അതിനകത്ത് ഒരു മീശ വെച്ചിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ഇതാരാന്നുള്ളൊരു പരിപാടിയില് എന്നിട്ട് ട്രോളൊക്കെ വന്നിട്ടായിരുന്നു. സംഭവർക്ക് കാര്യം അടിപൊളി, സംഭവർക്ക് പിടിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. പിന്നെ പടം മൊത്തത്തിൽ കാണുമ്പോ സൗണ്ട് പരിപാടിയൊക്കെ കേൾക്കുമ്പോ ആൾക്കാർക്ക്
മനസ്സിലായിരിക്കും. പിന്നെ ഇപ്പൊ ഇന്ന് റിവ്യൂ കണ്ടപ്പോ ഇത് റിവ്യൂ ഞങ്ങളൊരു റിവ്യൂ കണ്ടോണ്ടിരിക്കുക ഇപ്പൊ വരുന്ന വഴിക്ക്. അപ്പൊ അതിലിങ്ങനെ ഓരോരുത്തർ സൈജു പൊളിച്ചു, സുരാജേട്ടൻ പൊളിച്ചു, ഡാപ്സി അടിപൊളി. നമ്മള് യൂട്യൂബിലെ കാണുന്നത്. അപ്പൊ അതുപോലെ കുറെ ഉണ്ട്. അവർക്ക് ഇപ്പോഴും അത് നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു വൈഡിലേക്ക് എത്തിയിട്ടൊന്നുമില്ലല്ലോ. അപ്പം അത് ഉറപ്പായിട്ടും എനിക്കും അങ്ങനെ കുറെ ഉണ്ടായിട്ടോ പടത്തിലൊക്കെ പോയിട്ട് ഭയങ്കര ഫേമസ് ഈ നിന്റെ മൊയ്തീൻ കാണാൻ പോയിട്ട് എനിക്ക് കാരണം നമ്മള് ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നിന്റെ മൊയ്തീൻ ഇറങ്ങുന്നത്. അപ്പൊ അതില് പാർവതി ചേച്ചി ആള് എനിക്ക് ഒരു 10-20 മിനിറ്റ് എടുത്തത് ആളാന്ന് മനസ്സിലാവും. കാരണം ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഓഫ് ലുക്കും മൊത്തം മുടിയും ഇതൊക്കെ. അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ കണക്ട് ചെയ്തല്ല, പെട്ടെന്ന് അങ്ങനെ നമുക്ക് അത്ര അറിവല്ലേ ഉള്ളൂ ആ സമയത്തൊക്കെ. പടം കാണുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പുറത്തേക്ക് മാത്രം വരുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഓക്കെ ഇന്നത് അത്രയല്ലേ ഉള്ളൂ. ഡീപ്പായിട്ട് എല്ലാ ഓഡിയൻസിനും അറിഞ്ഞോളന്നല്ലോ. ഇനി അങ്ങനെ എല്ലാവർക്കും ഒന്നും പരിചയമായി വരുന്നു വിചാരിക്കും. അപ്രിസിയേഷൻ ഇല്ലടാ, അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. പിന്നെ എല്ലാ അടിപൊളിയായ ഇല്ല. ടോയ് ചേട്ടൻ അങ്ങനെ നമ്മൾ ഓൾറെഡി ആ ഗ്രൂപ്പ് ആക്റ്റീവാണ്. 5 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, തല്ലുമാല ഗ്രൂപ്പ്. അതിലേക്ക് ഉള്ളത് അത് എനിക്ക് പോകണം. അപ്പൊ അതിനകത്തൊക്കെ ഇങ്ങനെ നമ്മൾ മെസ്സേജൊക്കെ അയക്കും. പിന്നെ അല്ലാതെ അപ്രിസിയേഷൻസ് അല്ല ഫാമിലിയിൽ നിന്നായാലും എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതെന്ന് വെച്ചാൽ ഞാനൊരു ആർട്ടിസ്റ്റ് ആവണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചിട്ടുള്ളത് അമ്മയാണ്. അതായത് പണ്ട് അമ്മ മ്യൂസിക് ടീച്ചറാണ്. അപ്പം കലാപരമായിട്ടുള്ള പരിപാടികളാണ് മൊത്തം കൊടുക്കുന്നത്. അപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ മറ്റേ അവിടെ UAE നമ്മളിവിടെ കലോത്സവങ്ങളുള്ള പോലെ അവിടെ ഈ ഇന്റർ സ്കൂൾ കലോത്സവങ്ങളുണ്ട്. അപ്പോൾ ഒരു കുറേ സ്കൂളുകൾ. അപ്പോൾ അതിലൊക്കെ സ്ഥിരം പങ്കെടുക്കുന്നതായിരുന്നു. മറ്റേ ഓട്ടംതുള്ളൽ, മോണോ ആക്ട്, മിമിക്രി, കഥാപ്രസംഗം. അന്ന് എന്തൊക്കെയോ ചെയ്തിരുന്ന അതിന് വേറെ റേറ്റുണ്ട്. ഓട്ടംതുള്ളലിന്റെ മേക്കപ്പ് ഇട്ടിട്ടേ, ഓട്ടംതുള്ളലായിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ വിളിക്കേണ്ടത്. ഓട്ടംതുള്ളലിന്റെ മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുക, അവന്റെ പച്ചയൊക്കെ വരച്ചോണ്ടിരിക്കുമ്പോ ഒരു ടീം വന്നിട്ട് പറഞ്ഞ്, അതെ ഓട്ടംതുള്ളലിന്റെ അടുത്ത ഇവന്റ് ആണ്, നമുക്ക് ആദ്യം ഗ്രൂപ്പ് സോങ് കയറണം, പെട്ടെന്ന് റെഡി ആകുമെന്ന് പറഞ്ഞു. അപ്പൊ പകുതി മറ്റേ പച്ച വരച്ചിട്ട് വെള്ള ഔട്ട്ലൈൻ ഇട്ടിട്ട് കുറിയും വരച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, കിരീടം വെച്ചിട്ടില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത ഘട്ടം എന്താ അറിയോ, ജുബ്ബ ഇട്ടിട്ട് സ്റ്റേജിൽ ഇങ്ങനെ പോകുമ്പോ 5-6 ജുബ്ബ ഇട്ട പിള്ളേര്, നടുക്കൊരു പച്ച മുഖം, ഗ്രൂപ്പ് സോങ്. എല്ലാരും ഇതേ നൈറ്റൊന്ന്. ബാക്കി പിള്ളേരൊക്കെ പേടിച്ച് ഇനി പെയിന്റ് അടിച്ച് വരണ്ടോ, ഇത് ഇങ്ങനെ ആക്കിയത്. ഓട്ടത്തുള്ളൊരു മാപ്പിളപ്പാട്ട്, ഓട്ടത്തുള്ള അറബിക് പദ്യം. അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ മോഹിനിയാട്ടത്തിനൊരു പാട്ട് ഉണ്ടാവുമോ? ഉണ്ടാവും ഇതുവരെ. അതായത് നമ്മള് ദാസനും പറഞ്ഞ വെച്ചാല് ഇതിന്റെ ഒരു റിസൾട്ട് പോലെ ഇരിക്കും നമുക്ക് തേർഡ് പാർട്ട്. അപ്പോൾ ഈ ആസ് ഓഫ് നൗ ഞങ്ങള് കോൺഫിഡന്റ് ആണ് ഒരു തേർഡ് പാർട്ട് ഉണ്ടാവും, ഹോപ്പ്ഫുള്ളി. യെസ്. അതിനുള്ള പേര് ഒരുപാട് പേര് കഴിഞ്ഞു. ഇനിയിപ്പോ കുച്ചിപ്പുടി മാർഗംകളി ഒരു മാർഗമില്ലാത്തപ്പോൾ ഇല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം കൊണ്ട് വരും ദാസൻ. അതിൽ ഞങ്ങൾ കോൺഫിഡന്റാ. ഇല്ല, സായി ചേട്ടൻ വന്നില്ല. പക്ഷെ സായി ചേട്ടന്റെ എല്ലാ അനുഗ്രഹാശിസുകളും നമുക്ക് ഉണ്ടായിരുന്നു. ഗ്രൂപ്പില് പുള്ളി ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യും, എല്ലാരും അടിച്ചു പൊളിക്ക്, ഓൾ ദി ബെസ്റ്റ്. ഇന്ന് രാവിലെയും കൂടെ മെസ്സേജ് അയച്ചു പുള്ളി സ്റ്റിക്കർ ഇട്ട് കളിക്കും ഗ്രൂപ്പില്. ഭയങ്കര പുള്ളി കൊച്ചു ബാബുകളുടെ സ്റ്റിക്കറൊക്കെ ഇടും. അപ്പൊ നമുക്ക് പുള്ളി ചെയ്യുന്ന മറ്റേ കണ്ണൊക്കെ ചുവന്ന് വാസ്കണ്ണനായിട്ടേ, പക്ഷെ നമ്മളെ മൈൻഡുള്ള അതും ഒരാളൊരു പൂക്കിയാണ്. സായി ചേട്ടൻ വാസുവിന്റെ സ്റ്റിക്കർ സായി ചേട്ടൻ ഇടും. അത് എത്ര കാലം കഴിഞ്ഞിട്ടല്ലേ ആ ഒരു ക്യാരക്ടർ ആ ഒരു വന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ഏതാ സിനിമയില്? അങ്ങനെ ഒരെണ്ണം പറയാനില്ല. ഈ പടത്തില് ഒരുപാട് എന്റെ നന്ദു ചേട്ടൻ. അതിലേറ്റവും സീൻ എന്താ വെച്ചാൽ ഞാനവിടെ ഒരു പ്രസംഗം തന്നെ നടത്തിയിട്ടേ കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ട്, ഇപ്പൊ പറയണില്ല, ഒറ്റ ഡയലോഗില് പുള്ളി ഫ്ലിപ്പ് ചെയ്താണ്. അയ്യോ, പ്രതീക്ഷിക്കാത്ത കുറെ ഞാൻ പടം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നാളെ കാണണം. അപ്പൊ ഇല്ല, ഇതാണ് ഞാൻ ദാസിനെ വിളിച്ച് ചോദിച്ചു. അതായത് ഓരോരുത്തർ കണ്ടിട്ട് സിനിമയുടെ അകത്തുള്ളവരും പിന്നെ കുറച്ച് ഫ്രണ്ട്സ്, ദാസിന്റെ കുറച്ച് ഞങ്ങളെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട് തന്നെ ദാസിന്റെ. അപ്പൊ അവരൊക്കെ കണ്ടിട്ട് വിളിച്ചിട്ട് പറയടാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അത് പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഹൈപ്പ് കയറിക്കൊണ്ടിരിക്കുക. ഞാൻ എന്നിട്ട് ദാസിനെ വെച്ച് അളിയാ ഫ്രീ ആണോ, ആടാ പറ
പടം ഒന്ന് കാണിച്ചടാ. അപ്പൊ അവൻ പറഞ്ഞ നിന്റെ മനസ്സിൽ ഇപ്പൊ ഒരു രൂപമില്ലേ, അതവിടെ ഇരിക്കട്ടെ, എന്തിനാ വെറുതെ ഇപ്പഴത് കൊണ്ടുപോകുന്നത്. അത് ഇല്ല, എന്നാ പിന്നെ ശരി തിയേറ്ററിൽ കാണാം, എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു ഹൈ ഉണ്ടല്ലോ, അതിന്ന് കിട്ടി. ഇപ്പൊ അന്ന് കാണാത്തത് നന്നായിന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. അതാ. അപ്പൊ ഇനി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കണ്ടേക്കണടാ മക്കളെ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പോലെ ഒരു കല അങ്ങനെ നിന്നുപോകാതിരിക്കാൻ, കാരണക്കാരാവാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ അത് എടുക്കുക. ഒരു കാരണം എൻ്റെ വാക്ക് വിശ്വസിക്കാം, കാര്യമായിട്ട് എൻ്റെ വാക്ക് ഡംബിസടിക്കാറില്ല, ഉള്ള കാര്യം പറയുമല്ലോ. പിന്നെ അത് ഉറപ്പായിട്ടും ഒരു അംഗീകാരം അർഹിക്കുന്ന ഒരു പടമാണ്, ഒരു സിനിമയാണ്. ഒരുപാട് പഴയ ആർട്ടിസ്റ്റുകളെയും പുതിയ ആർട്ടിസ്റ്റുകളെയും കൂടെ ഒന്നിച്ച് മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും പുതിയ ഒരു തരത്തിലോട്ട് കൂടുന്ന ഒരു പഴയ പശ്ചാത്തലത്തിൽ ഷൂട്ട് ചെയ്തൊരു പടം. ഭയങ്കര ഒരു നമുക്കിങ്ങനെ തോന്നും ഇങ്ങനത്തെ ഒരു പരിപാടി നല്ലതാണെന്നുള്ളത്. അപ്പം കുറേ എലമെൻറ്റ്സ് അതിലുണ്ട്. നല്ല രസമായിട്ട് ഫാമിലി ആയിട്ട് പോയി കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. എല്ലാവരും പോയി. അതെ, അതും സെക്കൻഡ് പാർട്ട് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അതുകൊണ്ടല്ല, ഞാൻ ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ ഫസ്റ്റ് പാർട്ട് ഫുള്ള് മറ്റേ തുടക്കം കാണിക്കുന്ന ഒരു സിനിമ. ഫുള്ള് കാണിക്കുന്നില്ല, ഒരു പോലെ സീരീസ് ഒക്കെ തുടങ്ങുമ്പോൾ പോലെ കാണിക്കുന്നുണ്ട്. അപ്പം വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കണ്ടിന്യൂറ്റി അല്ല, മിഥുൻ മാനുവലിനുള്ള അടക്കം ഒരു ഫസ്റ്റ് പാർട്ടിന്റെ ഒരു കണ്ടിന്യൂറ്റി അല്ല. ഇത് കണ്ടാലേ ഇത് കാണാൻ പറ്റുള്ളൂ, മനസ്സിലാവുന്നുള്ളൂ. ഇത് മറ്റേ എന്തേലും പറയാ വേറെ തന്നെ ഒരു പരിപാടിയാണിത്. വേറെ പ്ലോട്ടാണല്ലോ. പിന്നെ അല്ല, ഞാൻ ചോദിക്കുന്ന ടൈറ്റിലെ മിഥുൻ മാനുവലിന്റെ സാധനം, പിന്നെ മറ്റേ സൈജി ചേട്ടന്റെ ടൈറ്റിൽ കാർഡ് ഞങ്ങളെ ഷൈജി ചേട്ടൻ എന്തെങ്കിലും ഷൈജി ചേട്ടൻ ത്രൂ ഉള്ളൊരു പാലമുണ്ടല്ലോ, മിഥുൻ മാനുവൽ ചേട്ടനാണെങ്കിലും ഇങ്ങനത്തെ ഒരു പാലം ഉള്ളതുകൊണ്ട് അതൊക്കെ പറഞ്ഞു. എനിക്ക് എന്നെ ഈ പടത്തിലോട്ട് ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് പ്രേരിപ്പിച്ച രണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അതിന്റെ ട്രെയിലർ കട്ട്സ് ആയിരുന്നു. ഗംഭീര ട്രെയിലർ ആയിരുന്നു. പ്ലസ് അതിനകത്ത് ഇലക്ട്രോണിക് ലീഡ് മ്യൂസിക് ചെയ്തിരിക്കുന്ന സംഭവം അതിന്റെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓക്കെ സെക്കൻഡ് പാർട്ട് നമുക്ക് പോവാം. എല്ലാവരും പടം പോയി കാണുക. താങ്ക് യു.